മക്കളെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പബ്ലിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അത് നമ്മളിപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ 3 വർഷമായിട്ട് നമ്മൾ JP's സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പം 4ാമത്തെ വർഷത്തിലേക്ക് പോവാണ്. ഈ 4ാമത്തെ വർഷത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് സ്കൂളിലേക്ക് പോവാണ്. ഇത്രയും കാലം റിപ്പീറ്റർ ബാച്ച്, കഴിഞ്ഞ വർഷം +1 +2 ട്യൂഷൻ, ഇപ്പം ഇത് നമ്മൾ പബ്ലിക് സ്കൂളും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അതെ, ഇതിൻ്റെ ഒരു പബ്ലിക് സ്കൂളിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ സാധാരണ കേസിൽ കുട്ടികൾ +1 പഠിച്ചു, +2 പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് വരിക ചെയ്യുന്നത്. ഇവിടെ +1 +2 പഠിച്ച് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നല്ലൊരു റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണെങ്കിൽ, MBBSന് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ ബെസ്റ്റ് റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പബ്ലിക് സ്കൂൾ. 2 ബാച്ചുകൾ മാത്രമേ ഉള്ളൂ, 45 കുട്ടികളുള്ള 2 ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നമുക്ക് കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ. ഇതിനൊരു അഡ്മിഷൻ ടെസ്റ്റ് നടക്കാൻ പോവാണ്. ആ ടെസ്റ്റിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തരാം. അപ്പോൾ ഈ ദിവസത്തെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിയിരുന്നോളാം. നമുക്ക് ഇനി അധിക സമയമില്ല. അപ്പോൾ പബ്ലിക് സ്കൂളിന്റെ ഏറ്റവും വലിയൊരു ഗുണം പറഞ്ഞു തരട്ടെ. അതായത് നിങ്ങൾ സാധാരണ കേസിൽ +1 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, ദാറ്റ് മീൻസ് ഒന്നുകിൽ നിങ്ങൾ +1 +2 ട്യൂഷന് പോകുന്നുണ്ടാവാം, ട്യൂഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഒരു സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം. ഇതൊക്കെ കഴിഞ്ഞ് നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ മുഴുവൻ സബ്ജക്റ്റിന് A+ ഫുൾ മാർക്കൊക്കെ വാങ്ങി. ഇനി CBSEയിലാണെങ്കിൽ നിങ്ങൾ മുഴുവൻ സബ്ജക്റ്റിലും ഏറ്റവും ബെസ്റ്റ് സ്കോറൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ഇറങ്ങിയേക്കാം. പക്ഷേ അപ്പോഴും പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറേ ദൂരത്താണ്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്നാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ, അത് എയിംസ് അല്ലേ, ഈ എയിംസിൽ തന്നെ. ഇനി അതല്ല, നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ IIT, അതെ നിങ്ങളുടെയൊക്കെ ഡ്രീം പോലെ തന്നെ IIT അതല്ല എയിംസിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമുക്ക് ഈ +1 +2 പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ അവിടേക്ക് ഡയറക്റ്റ് എത്തും. എങ്ങനെയാണല്ലേ? ഇതാണ് നമ്മുടെ പബ്ലിക് സ്കൂൾ. ഈ പബ്ലിക് സ്കൂളിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ടീച്ചേഴ്സാണ്. നിങ്ങളെ കറക്റ്റായിട്ട് എൻട്രൻസിന് എങ്ങനെ നമ്മൾ ഒരുക്കണോ, ഈ 2 വർഷം നിങ്ങൾ നമ്മുടെ കൂടെയാണ്. ഈ 2 വർഷം കൊണ്ട് നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് ആയിട്ടായിരിക്കും. അതെ, ഇവിടെ വരുന്ന കുട്ടിക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ എക്സാമിലൂടെ ആയിരിക്കും നമ്മുടെ സെലക്ഷന്, അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സ്ക്രീനിങ് ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും എഴുതുക. ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ തന്നെ കുറേ സ്കോളർഷിപ്പുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 1 ലക്ഷോളം വരുന്ന ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. സോ മൊത്തത്തിൽ നമുക്ക് വരുമ്പോൾ ഒരു 2 ലക്ഷം രൂപയോളം വരുന്ന സ്കോളർഷിപ്പുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് എക്സാം എല്ലാവരും എഴുതുക. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിച്ച ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അതിൻ്റെ മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ഇപ്പോഴും നമ്മൾ ആ ഒരു അവസാനവട്ട തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ പബ്ലിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഏറ്റവും ഫസ്റ്റ് ചാൻസിൽ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഇനി വൈകിക്കേണ്ട, നിങ്ങൾക്ക് ഇപ്പം തന്നെ വരാം നമ്മുടെ JP'സിലേക്ക്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. അപ്പോൾ മക്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേര് ഡീറ്റെയിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ കാണാം വരുന്ന വീഡിയോയിൽ. ഓക്കെ മക്കളെ, താങ്ക് യു.